Hey guys, welcome back to my channel. Anybody can cook by Nazia. ഇന്നത്തെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്. നമ്മുടെ നാടൻ കിണ്ണത്തപ്പമാണ് ഇന്നത്തെ റെസിപ്പി, വിച്ച് ഇസ് ഓൾസോ കോൾഡ് എ റൈസ് പുഡിംഗ്. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാത്ത വളരെ നല്ലൊരു പുഡിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഒരു സർപ്രൈസ് എലമെൻറ്റും കൂടെ ഉണ്ട്. സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. ടുവേർഡ്സ് ദി എൻഡ് ആ സർപ്രൈസ് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. വെൽക്കം. സോ നമുക്ക് നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് എന്നുള്ളത് ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ 1 കപ്പ് അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന ഇഡ്ഡലി റൈസ് ആ വെള്ളത്തിൽ നമ്മളൊരു 15 to 20 മിനിറ്റ്സ് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഇഡ്ഡലി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ഇഡ്ഡലി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇതിങ്ങനെ ഒരു 15 to 20 മിനിറ്റ്സ് ഈ വെള്ളത്തിൽ ഇതിരുന്ന് സോക്കാവണം. കൃത്യം 1 കപ്പ് ചെറിയ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇഡ്ഡലി റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ട്. സോ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. സോ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതോടൊപ്പം 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ പൊടിച്ച ഏലക്കാപ്പൊടി. തന്നെ നമുക്ക് അതേ കപ്പിൽ തന്നെ, അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. സോ ആദ്യം ഞാൻ ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരയും തോറും വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് എത്ര വെള്ളമാണ് മുഴുവനായിട്ട് വേണ്ടത് എന്ന് പറയാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഒരു 70% ഇത് അരഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ 2 മുട്ട ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. സോ 2 മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്നുകൂടെ നമുക്കിത് ഒരു 10 മിനിറ്റും കൂടെ അരച്ച് എടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോത്ത് ഇട്ടതിന് ശേഷം ഒരു അരിപ്പ ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. സോ ഇതിലേക്ക് ഒരു ക്ലോത്ത് ഇട്ടിട്ട് ഇത് നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ ഇതിലൂടെ നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം അത് ശരിക്കും അരിഞ്ഞ് വരണം, കുറച്ച് സമയം. സോ ഇപ്പോൾ ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. തീ ഞാൻ കുറച്ച് വെച്ചേക്കുകയാണ് ഇപ്പോൾ. അതെ, നല്ല സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട് കാണാനായിട്ട്. നല്ല ചൂടുണ്ട്. യെസ്, നമുക്കിതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതിന് ശേഷം ഇതൊരു 15-20 മിനിറ്റ്സ് നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഇത് മാറ്റാം.
कोशिश में हो बार बार कर दरियाओं को आर पार आशाएं तूफानों को चिर के मंजिलों को चुन ले आशाएं खिले दिल की उम्मीदें हंसे दिल की अब मुश्किल नहीं कुछ भी नहीं कुछ भी आशाएं खिले दिल की उम्मीदें हंसे दिल की अब मुश्किल नहीं कुछ भी नहीं कुछ भी ओ हो ഓക്കെ, നമ്മുടെ റെസിപ്പി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒപ്പം ഞാൻ പാടിയൊരു പാട്ടും കൂടി ആയിരുന്നു ആ ഒരു സർപ്രൈസ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ബോത്ത് ദ സോങ് ആൻഡ് ദ റെസിപ്പി. സോ വേറെയും നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസും സോങ്സുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എനിബഡി ക്യാൻ കുക്ക് ബൈ നസിയ. ബൈ.